വീണ്ടും പൂക്കുന്ന ഗുൽമോഹർ എന്ന ജാബിർ മലയുടെ കഥയിൽ നിന്ന് ഒരൽപ്പം. തീയെടുക്കുന്ന കനവുകൾ. പ്രിയപ്പെട്ട മറുവ, ഞാൻ ഈ കത്തെഴുതുന്നത് കണ്ടഹാറിൻ്റെ വടക്ക് ഭാഗത്തുള്ള വസീറിസ്ഥാനിൽ നിന്നാണ്. ഞാൻ ഇരിക്കുന്ന മുറിയുടെ തുറന്നിട്ട ജനാലക്കപ്പുറം ഇപ്പോഴും നമ്മുടെ പോപ്പർ മരങ്ങൾ തണൽ പൊഴിച്ച് നിൽപ്പുണ്ട്. ഇന്നലെ രാത്രിയിൽ ഇവിടെ മഴ പെയ്തു. ഇലച്ചാത്തുകളിൽ സൂര്യപ്രകാശം മഴത്തുള്ളികളെ വജ്രത്തിൻ്റെ തിളക്കമുള്ളതാക്കുന്നു. മറുവ, നീ പോയതിൽ പിന്നെ കൂരിരുളിൽ തനിച്ചായതുപോലെയായി എൻ്റെ ദിനങ്ങൾ. ജീവിതത്തിലെ വിലപ്പെട്ടതെന്തോ നഷ്ടപ്പെട്ട പ്രതീതി. കാബൂളിലെ മഞ്ഞുകാലങ്ങൾ നീ ഓർക്കുന്നുണ്ടോ മറുവ? സ്കൂൾ അവധിയായതിനാൽ നമുക്കത് ഉത്സവങ്ങളായിരുന്നു. എത്രമാത്രം സന്തോഷിച്ചിരുന്നു നമ്മളെന്ന്. നമ്മുടെ വീടിൻ്റെ ജനാലകത്തിൽ നിന്ന് മഞ്ഞ് വീഴുന്നതിൻ്റെ മൃദുസ്വപ്നം നടക്കുമ്പോൾ കറുത്ത റബ്ബർ ബൂട്ട്സിൻ്റെ താഴെ മഞ്ഞുകട്ടകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം. വീട്ടിനുള്ളിലെ ഇരുമ്പടുപ്പിൽ നിന്നുള്ള ചൂടേൽക്കാൻ നമ്മൾ നേരത്തെ ഉറക്കമുണരുന്നത് ശൈത്യകാലങ്ങൾ എത്ര മനോഹരമായിരുന്നു. മുറ്റം നിറയെ പുകമഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ടാവും. നീണ്ട പൈജാമയും മുകളിൽ കമ്പിളിക്കോട്ടും ധരിച്ച് കൈകൾ കോർത്തു പിടിച്ച് നമ്മൾ അകലെ ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങൾ മേഴുന്ന പാടത്തേക്ക് നടക്കും. വാഹനങ്ങളുടെ ചക്രങ്ങൾ മഞ്ഞിൽ പുതഞ്ഞുണ്ടാകുന്ന ശബ്ദവും ഒട്ടകങ്ങളുടെ കഴുത്തിലെ കൂട്ടമണിക്കിലുക്കവും അപ്പോൾ അവ്യക്തമായി കേൾക്കാനാവും. ദുരന്തമാതള മരങ്ങളുടെ അരികുപറ്റി നടന്നു പോകുന്ന പെണ്ണുങ്ങൾ നിറപ്പകിട്ടുള്ള വസ്ത്രങ്ങൾ, കാലിലെ വെള്ളി തളകളുമണിഞ്ഞ് ശബ്ദത്തിൽ സംസാരിച്ചു കൊണ്ട് നടന്നു പോകുന്നുണ്ടാവും മറുവ.